നയതന്ത്ര നിയമങ്ങളെയും ആഗോള സുരക്ഷാ മാനദണ്ഡങ്ങളെയും പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുന്നവർക്ക് വൻ തുക പ്രതിഫലം പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ ബിൽ ഇറാൻ പാർലമെന്റ് പരിഗണിക്കുന്നതായി പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു പരമാധികാര രാജ്യത്തിന്റെ ഔദ്യോഗിക നിയമനിർമ്മാണ സഭയിൽ വെച്ച് മറ്റൊരു രാജ്യത്തിന്റെ ഭരണത്തലവരെ വധിക്കാൻ ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടക്കുന്നു എന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വാഷിംഗ്ടണിനെയും പാശ്ചാത്യ ചേരിയെയും ഒരുപോലെ പ്രകോപിപ്പിച്ച ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അതിന്റെ ഏറ്റവും അത്യന്തം വഷളായ ഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇറാന്റെ പ്രമുഖ പാർലമെന്റ് അംഗവും നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി തലവനുമായ ഇബ്രാഹിം അസീസിയാണ് ഈ ഞെട്ടിക്കുന്ന ബില്ലിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. നിർദ്ദിഷ്ട നിയമപ്രകാരം ഡൊണാൾഡ് ട്രംപിനെ വധിക്കുന്ന ഏതൊരു വ്യക്തിക്കോ സംഘടനയ്ക്കോ 50 മില്യൺ യൂറോ, ഏകദേശം 500 കോടിയിലധികം ഇന്ത്യൻ രൂപ പ്രതിഫലമായി നൽകാമെന്ന് ഇറാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരായിരിക്കും. ഇതൊരു സാധാരണ ക്രിമിനൽ കൊട്ടേഷൻ അല്ലെന്നും മറിച്ചൊരു മതപരവും പ്രത്യയശാസ്ത്രപരവുമായ ദൗത്യമാണെന്നുമാണ് ഇറാൻ ഔദ്യോഗികമായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇബ്രാഹിം അസീസി ഈ വിവാദപരമായ പ്രസ്താവനകൾ നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല ഇറാന്റെ ഈ പുതിയ വധപ്പട്ടികയിൽ ഉള്ളതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി, അമേരിക്കൻ സൈന്യത്തിന്റെ മിഡിൽ ഈസ്റ്റ് കമാൻഡായ സെൻകോമിന്റെ ചീഫ് എന്നിവരും കൃത്യമായി ലക്ഷ്യം വെക്കപ്പെടേണ്ടവരാണെന്നും ഇവർക്കെതിരെ അടിയന്തരമായി പ്രതികാര നടപടികൾ സ്വീകരിക്കണമെന്നും അസീസി തുറന്നടിച്ചു. ഇറാന്റെ ശത്രുക്കൾക്ക് ഇതൊരു കൃത്യമായ മുന്നറിയിപ്പാണെന്നാണ് ടെഹ്റാൻ അവകാശപ്പെടുന്നത്. ഈ അസാധാരണമായ നീക്കം ആഗോളതലത്തിൽ വലിയൊരു നയതന്ത്ര ഭൂകമ്പത്തിനാണ് കാരണമായിരിക്കുന്നത്. ഒരു വിദേശ നേതാവിനെ വധിക്കാൻ ഔദ്യോഗികമായി പണം പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തീവ്രവാദത്തിന് ഭരണകൂടം നേരിട്ട് നൽകുന്ന പിന്തുണയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളുടെയും നയതന്ത്ര സുരക്ഷ ഉറപ്പാക്കുന്ന വിയന്ന കൺവെൻഷന്റെയും നഗ്നമായ ലംഘനമാണിത്. പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഭാഷയിലാണ് ഈ ബില്ലിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഈ പുതിയ സംഭവ വികാസങ്ങളെ വർഷങ്ങളായി തുടരുന്ന US ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം നോക്കിക്കാണാൻ. പ്രത്യേകിച്ച് 2020 ജനുവരിയിൽ ബാഗ്ദാദിൽ വെച്ച് അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇറാന്റെ പ്രമുഖ സൈനിക കമാൻഡറായിരുന്ന ജനറൽ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ട്. അന്ന് പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവനുസരിച്ചായിരുന്നു അമേരിക്കൻ സൈന്യം ആ മാരകമായ ആക്രമണം നടത്തിയത്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘാതങ്ങളിൽ ഒന്നായിരുന്നു ആ സംഭവം. ഖാസിം സുലൈമാനിയുടെ വധത്തിനു ശേഷം അമേരിക്കയോട് കടുത്ത പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പലതവണ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. സുലൈമാനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അത് തങ്ങളുടെ പ്രതികാരത്തിന്റെ തുടക്കം മാത്രമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. സുലൈമാനിയുടെ മരണത്തിന് ഉത്തരവാദിയായ ട്രംപ് ഉൾപ്പെടെയുള്ളവർ ശിക്ഷിക്കപ്പെടുന്നത് വരെ ഈ പ്രതികാരം അവസാനിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാന്റെ ഭരണകൂടം. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും വൈറ്റ് ഹൗസും അതീവ ജാഗ്രതയോടെയാണ് ഇറാൻ പാർലമെന്റിന്റെ ഈ നീക്കത്തെ നിരീക്ഷിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ള രഹസ്യ സർവീസ് സംവിധാനങ്ങൾ ഇതോടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഇറാൻ അനുകൂലികളായ തീവ്രവാദ ഗ്രൂപ്പുകളോ ലോൺ വൂൾഫ് ആക്രമകാരികളോ അമേരിക്കൻ മണ്ണിലോ അന്താരാഷ്ട്ര തലത്തിലോ ട്രംപിനെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്നാണ് US വിലയിരുത്തുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമീനിയുടെ കീഴിൽ രാജ്യം സ്വീകരിക്കുന്ന കടുത്ത വിദേശ നയത്തിന്റെ ഭാഗമായാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. മുൻ ഭരണാധികാരികളെക്കാൾ കൂടുതൽ ആക്രമണാത്മകവും ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാത്തതുമായ പാതയാണ് പുതിയ നേതൃത്വം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാശ്ചാത്യ ശക്തികളോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന സന്ദേശം സ്വന്തം ജനങ്ങൾക്കും ലോകത്തിനും നൽകാൻ ഈ ബില്ലിലൂടെ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തികമായി കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യം ഒരു വധശിക്ഷ നടപ്പിലാക്കാനായി 50 മില്യൺ യൂറോ പോലുള്ള ഒരു വൻതുക മാറ്റിവെക്കാൻ തയ്യാറാകുന്നത് ഇറാന്റെ ഉള്ളിലെ കടുത്ത വൈരാഗ്യത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികളെക്കാൾ തങ്ങൾക്ക് പ്രധാനം പ്രത്യയശാസ്ത്രപരമായ പ്രതികാരമാണെന്നാണ് ഇറാൻ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഇത് ഇറാനിലെ തീവ്ര ദേശീയവാദികൾക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. ഇറാൻ പാർലമെന്റ് ഔദ്യോഗികമായി പാസാക്കുകയാണെങ്കിൽ അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള എല്ലാത്തരം നയതന്ത്ര ചർച്ചകളുടെയും വാതിലുകൾ എന്നേക്കുമായി അടയ്ക്കും.
ലോകശക്തികളുമായി ഇറാൻ മുൻപ് ഒപ്പുവെച്ചിരുന്ന ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇതോടെ പൂർണ്ണ വിരാമമാകും. അമേരിക്ക ഇറാനെതിരെ കൂടുതൽ കടുത്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഇത് കാരണമാകും. മേഖലയിലെ ഇറാന്റെ പ്രധാന എതിരാളികളായ ഇസ്രയേലും ഈ പ്രഖ്യാപനത്തെ ഗൗരവമായാണ് കാണുന്നത്. തങ്ങളുടെ പ്രധാനമന്ത്രിയെയും ഇറാൻ പരസ്യമായി ലക്ഷ്യം വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രതിരോധ സേനയും മൊസാദും തങ്ങളുടെ സുരക്ഷാ ശൃംഖല കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള സൈനിക അല്ലെങ്കിൽ അട്ടിമറി നീക്കങ്ങളെയും നേരിടാൻ ഇസ്രയേൽ സജ്ജമാണെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ട്രംപിനെതിരെയുള്ള വിദേശ ഭീഷണികൾ അമേരിക്കൻ ജനതകൾക്കിടയിൽ അദ്ദേഹത്തിന് അനുകൂലമായ വികാരം വളർത്താൻ ഇടയാക്കിയേക്കും. സ്വന്തം രാജ്യത്തിന്റെ പ്രസിഡന്റിനെതിരെ ഒരു വിദേശ രാജ്യം മരണ വാറണ്ട് പുറപ്പെടുവിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അമേരിക്കൻ ജനത അതിനെതിരെ ഒന്നിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. മറുഭാഗത്ത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നേരെ ഇറാൻ അനുകൂല പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ ഇത് കാരണമായേക്കും. സെൻകോം കമാൻഡറെ നേരിട്ട് ലക്ഷ്യം വെക്കുമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ പേർഷ്യൻ ഉൾക്കടലിലെയും സിറിയയിലെയും ഇറാഖിലെയും US സൈനികർക്ക് നേരെയുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇറാൻ പരസ്യമായ ലൈസൻസ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ നേതാവിനെ വധിക്കാൻ നിയമം നിർമ്മിക്കുന്നത് ആധുനിക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അടിസ്ഥാന ശിലകളെ തന്നെ തകർക്കുന്ന ഒന്നാണ്. ഇത്തരം നീക്കങ്ങൾ ആഗോളതലത്തിൽ പുതിയൊരു അരാജകത്വത്തിന് കാരണമാകുമെന്നും മറ്റു രാജ്യങ്ങളും സമാനമായ രീതികൾ സ്വീകരിക്കാൻ ഇത് പ്രേരിപ്പിച്ചേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യ, ചൈന തുടങ്ങിയ ഇറാന്റെ തന്ത്രപ്രധാന പങ്കാളികൾ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഒരു പൂർണ്ണമായ സൈനിക സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനോട് അവർക്ക് താല്പര്യമുണ്ടാകില്ല. ഇറാൻ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നത് മേഖലയിലെ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുമെന്ന് ഈ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ടാകാം. എന്നാൽ പാശ്ചാത്യ വിരുദ്ധ ചേരി എന്ന നിലയിൽ അവർ ഇറാന് പിന്നിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ ഇറാൻ പാർലമെന്റ് ഈ ബില്ലിന്മേൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ബിൽ നിയമമായി മാറിയാൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് കടുത്ത പ്രത്യാക്രമണങ്ങൾ ഉണ്ടായേക്കാം. ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾക്ക് നേരെയോ ആണവ നിലയങ്ങൾക്ക് നേരെയോ ഒരു മുൻകൂർ ആക്രമണം നടത്താൻ പോലും അമേരിക്ക മുതിർന്നേക്കാം. ട്രംപിനെ കൊന്നാൽ 50 മില്യൺ യൂറോ എന്ന ഇറാന്റെ ഈ പ്രഖ്യാപനം വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിയുടെ തുടക്കമാണ്. ഖാസിം സുലൈമാനിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാതെ ഇറാൻ അടങ്ങില്ലെന്ന സന്ദേശം ലോകത്തിന് മുന്നിൽ എത്തുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ അരികിലേക്ക് നീങ്ങുകയാണ്. ലോകരാജ്യങ്ങൾ അതീവ ഭീതിയോടെയും ജാഗ്രതയോടെയുമാണ് ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്.